ഹേ ഗേസ് ഇന്ന് കോളേജിൽ പോകണം സർട്ടിഫിക്കറ്റ് ആവശ്യത്തിന് വേണ്ടി അങ്ങനെ ഞാൻ വീഡിയോ ഓണാക്കി നേരെ നോക്കിയപ്പോൾ അതാ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആര്യതി അവൾക്ക് ഇഷ്ടമാണ് ഇങ്ങനെ വീഡിയോയിലൊക്കെ വരാൻ. ഇതാണ് നമ്മുടെ പൂജ, ബിനിയുടെ കസിനാണ്. അവളും കൂടെ വന്നായിരുന്നു. അങ്ങനെ മഴ കാരണം കുറേ നേരം ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുമായിരുന്നു. മഴ തോന്നപ്പോൾ ഞാനും വിസ്മയും കൂടെ പ്രിന്റ് എടുക്കാൻ വേണ്ടി കടയിൽ പോയി, കോളേജിൽ കൊടുക്കാൻ വേണ്ടി. അപ്പം ഞങ്ങളെയും കാത്ത ആര്യയും അഞ്ജനയും തൊട്ടുപുറയിൽ പൂജയും ബിനിയും എല്ലാവരും നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ആ കോളേജിൽ പോയിട്ട് സർട്ടിഫിക്കറ്റ് ആവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ മഴ തോന്നായിരുന്നു. ഇനി എന്താ പ്ലാൻ എന്ന് വെച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു കായലിൽ പോകാൻ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ നേരെ കായലിൽ പോയി. മീൻ വന്നില്ല, മീൻ വരുന്നേ ഉള്ളായിരുന്നു. അങ്ങനെ കായൽ ചെന്നപ്പോൾ എനിക്ക് ഇറങ്ങണം, അത് എന്നുള്ളതാണ് കായൽ ചെന്ന് കാല് നനയ്ക്കണം എന്നുള്ളത്. അങ്ങനെ ഞാൻ ഇറങ്ങിയപ്പോൾ നമ്മുടെ ബിനിക്ക് ഒടുക്കത്തെ കൺഫ്യൂഷൻ, ഇറങ്ങണോ വേണ്ടേന്ന്. പിന്നെ അവൾ അവിടെ നിന്ന് കുറേ ആലോചിച്ചതിന് ശേഷം തൊട്ടില്ല എന്നുള്ള രീതിയിൽ അവിടെ നിന്ന് കാല് നനയ്ക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ സ്റ്റെപ്പ് കയറി മേലോട്ട് പോയി. പോകുന്ന വഴി ഞാനൊരു ചേരെ കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പൂജയും ബിനിയും വിസ്മയും കൂടെ ചേരെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോയി. പക്ഷെ അവർക്ക് കാണാൻ പറ്റിയില്ല. അങ്ങനെ നേരെ ഞങ്ങൾ അവിടെ ചെന്നിരുന്ന് കുറേ നേരം സംസാരിച്ച്. അങ്ങനെ ഞാൻ അവിടെ നിന്നപ്പോൾ എൻ്റെ വീഡിയോ കണ്ടപ്പോൾ ദാ ബിനി ഓടുന്നു. പിന്നെ ഫോൺ ആര്യയുടെ കൊടുത്തിട്ട് ബിനിയെ വീഡിയോ കാണിക്കുന്നുള്ള വാശിയായി. അങ്ങനെ പിടിച്ചു നിർത്തിയതേ അവളുടെ മുഖം കാണിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് വിസ്മയം അവിടെയുള്ള എല്ലാ മഴത്തുള്ളിയും ഞങ്ങളുടെ ദേഹത്ത് തെറിപ്പിക്കലായിരുന്നു. ഇതാണ് കുട്ടിയുടെ പ്രധാന ഹോബി. അങ്ങനെ നോക്കിയപ്പോൾ മണിക്കുട്ടി ആരതിയും വന്നിട്ടുണ്ട്. പിന്നെ ഇവരെല്ലാം കൂടെ അവിടെ നിന്ന് സ്റ്റാർ ഫ്രൂട്ട് മരത്തിൽ നിന്ന് സ്റ്റാർ ഫ്രൂട്ട് പിച്ച്, ഇതാണ് സ്റ്റാർ ഫ്രൂട്ട്, എല്ലാം പിച്ച് തിന്നുകയായിരുന്നു. ഈ പിള്ളേർ വേണ്ടാത്തവരും ചെന്ന് അടിച്ചേൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ മീൻ വന്നു, മീനും കൊടുത്ത്. അത് കഴിഞ്ഞിട്ട് ബിനിയും തിന്നുകൊണ്ടിരുന്നതാണ്. വീഡിയോ കണ്ടപ്പോൾ കുട്ടിയുടെ തിന്നലങ്ങ് നിന്ന്. വീഡിയോ കണ്ടപ്പോൾ അവൾ മാന്യതയായി. അത് കഴിഞ്ഞപ്പോൾ അത് അനുഷ്ഠിച്ചിട്ട് കൈ നോക്കിയപ്പോൾ വാഗപ്പൂ വെച്ച് നഖം ഉണ്ടാക്കിക്കുന്നത്. എന്തൊക്കെ ടാലൻറ്റാ! ഈ ടാലൻ്റ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടെ നേരെ ബസ് സ്റ്റോപ്പിൽ പോയി ബസ് കയറാം. ഇനി നേരെ വീട്ടിലേക്ക്. ബായ്.